എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നിമിഷമാണത്. ആ നിമിഷം തൊട്ട് ഞാൻ മനസ്സിലാക്കി, ചക്രാരിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അവൻ നമ്മുടെ കൂടെ ജീവിക്കുന്നവനും നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവനും നമ്മളുടെ ഹൃദയം അറിയുന്നവനും ഒക്കെയാണെന്ന്. പുള്ളി എന്നോട് ചോദിച്ചു, എവിടെയാണ് ജോലി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാർജയിലായിരുന്നു, ഞാൻ ലീവിന് വേണ്ടി വന്നേക്കുവാണെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് അടുത്തൊരു ചോദ്യം, കഴുത്തിൽ ഷോൾ ഇട്ടിട്ടുള്ള ജോലി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നാണ്. കഴുത്തിൽ ഷോൾ ഇട്ടിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ജോലിയും ചെയ്തിട്ടില്ല. അപ്പം മാതാവ് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. നീ പണ്ട് സെമിനാരിയിൽ ചേരാൻ ആഗ്രഹിച്ച ഒരാളാണ്. നീ നിൻ്റെ വിളിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് കർത്താവിനോട് അവിടെ വെച്ച് ഞാൻ യെസ് ലോർഡ് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സോബിൻ സ്റ്റാൻലി പള്ളത്ത്. ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ ഒരു വൈദികനാണ്. കഴിഞ്ഞ 2023 ഡിസംബർ 28 ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, ഞങ്ങളുടെ ആർച്ച് ബിഷപ്പാണ് എനിക്ക് വൈദിക പട്ടം നൽകിയത്. എൻ്റെ വീട് തൈക്കൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലെ തന്നെ തൈക്കൂടം എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് റാഫേൽസ് ചർച്ച്, മാലാഖയുടെ പള്ളി ഇടവക ആണ് എൻ്റെ ഇടവക പള്ളി. എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മ, അപ്പച്ചനുണ്ടായിരുന്നു, അപ്പച്ചൻ മരിച്ചുപോയി, 15 വർഷമായി. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് സോണ, അളിയൻ്റെ പേര് സിജോ. രണ്ടുപേരും ജീസസ് യൂത്തിൻ്റെ നാഷണൽ ഫാമിലി കോർഡിനേറ്റേഴ്സാണ്. അവർക്ക് 5 കുട്ടികളാണ് ഉള്ളത്. എൻ്റെ ചെറുപ്പകാലം വളരെ ഒരു ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചെറുപ്പകാലമായിരുന്നു. എൻ്റെ അപ്പൻ ഒരു വിശ്വാസിയെ ആയിരുന്നില്ല. പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ അപ്പാപ്പൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും നിരീശ്വരവാദം പഠിപ്പിക്കുകയും നിരീശ്വരവാദിയായി ജീവിക്കുകയും ജീവിതത്തിലുടനീളം അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പനും വലിയ വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ നേരെ തിരിച്ചായിരുന്നു. പുള്ളിക്കാരി നന്നായി പ്രാർത്ഥിക്കുകയും എല്ലാ ധ്യാനങ്ങൾക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ എന്നെയും എൻ്റെ ചേച്ചിയെയും പ്രാർത്ഥന പഠിപ്പിക്കാനും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോകാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു +1 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ സെമിനാരിയിൽ ചേരണം എന്നുള്ളൊരാഗ്രഹം, വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല, മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ എൻ്റെ ചേച്ചി ജീസസ് യൂത്തിൽ, എൻ്റെ പള്ളിയിലുള്ള ജീസസ് യൂത്ത് ഗ്രൂപ്പിൽ ആക്റ്റീവായതുകൊണ്ടും അവളൊരു ധ്യാനത്തിന് പോകുന്ന സമയത്ത് എന്നെയും നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പം ധ്യാന സമയത്ത് എനിക്ക് പനി വരികയും ഞാൻ 2 ദിവസം ഇങ്ങനെ റെസ്റ്റിനായിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ എന്നെ കാണാൻ വേണ്ടി വന്ന സമയത്ത് സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ പള്ളിയിൽ ഇട്ടിരിക്കുന്ന പേര് ജോസഫ് എന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അത്ഭുതത്തോടുകൂടെ ഞാൻ പറഞ്ഞു അതെ, കാരണം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 20 മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ ഞാൻ ഏകദേശം മാർച്ച് 19 രാത്രിയോടുകൂടെ ജനിക്കുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും ഞാൻ മാർച്ച് 20 ജനിച്ചത്. അപ്പോൾ എൻ്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് ജോസഫ് എന്നായിരുന്നു. അപ്പോൾ സിസ്റ്റർ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. സിസ്റ്റർ അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് സെമിനാരിയിൽ ചേരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കണം, ഔസേപ്പിതാവ് നിനക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ആ ധ്യാനത്തിൻ്റെ ഒരു ആരാധന സമയത്ത് സിസ്റ്റർ ഇതുപോലെ തന്നെ ഒരു മെസ്സേജ് വിളിച്ചിങ്ങനെ പറഞ്ഞു, ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനെ ദൈവം സഹായിക്കുന്നു എന്ന്. അപ്പോൾ അത് എന്നെ തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നേരെ മറിച്ച് അപ്പൻ നേരെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പം പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് വിട്ടു കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം ഒറ്റ മക്കളെയൊന്നും ഇപ്പോൾ സെമിനാരിയിൽ എടുക്കുന്നില്ല. കുറേ മക്കളുള്ളവരെയൊക്കെയാണ് സെമിനാരിക്കിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നീ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. അപ്പോൾ ഒരാഴ്ച ഏകദേശം ഞാൻ ധരണയും ഉപവാസമൊക്കെ എടുത്ത് നോക്കിയെങ്കിലും അപ്പനെ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് വീണ്ടും ഇതേ ഉപദേശം തന്നെയാണ് എനിക്ക് നൽകിക്കൊണ്ടിരുന്നത്.
തറവാട് വീടിൻ്റെ ഇടതുവശത്ത് കാറൽ മാക്സ്, വലതുവശത്ത് AKG, നേരെ നമ്മുടെ സൈഡിലിരിക്കുന്നത് ലെനിനും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഫോർമേഷനിലാണ് എൻ്റെ അപ്പനും വളർന്നു വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വാസമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ പ്രധാന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയായിരുന്നു. അപ്പൻ ആകെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ആ ജപമാല പ്രാർത്ഥനയുടെ ആദ്യത്തെ 10 മണികൾ അപ്പൻ പ്രാർത്ഥിക്കും. പിന്നെ വർഷത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും വേളാങ്കണ്ണിയിൽ പോയിട്ട് ആ വേളാങ്കണ്ണി പള്ളിയിൽ പോയിരിക്കും. അതാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോവുകയോ കുർബാന സ്വീകരിക്കുകയോ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലും കുറേയൊക്കെ ഒരു നിരീശ്വരവാദ ചിന്തകൾ കയറാൻ തുടങ്ങിയായിരുന്നു. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ എൻ്റെ മതവും ചിന്തയും വിപ്ലവം കൊണ്ടാണ് ഈ ഭൂമിയെ നമുക്ക് കീഴടക്കാൻ പറ്റുക, അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ഒരു ധാരണയൊക്കെ എൻ്റെ മനസ്സിലും വരാൻ തുടങ്ങി. എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് ആളുകളെ നിലനിർത്താൻ വേണ്ടി അങ്ങനെയാണ് മതങ്ങൾ എന്നുള്ള ധാരണയിലേക്കൊക്കെ ഞാൻ കടന്നു വരാൻ തുടങ്ങി. സോഷ്യൽ ആളുകളെ ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരുമിപ്പിച്ച് നിർത്തുക, അതാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്രിസ്തുവാണെങ്കിൽ ഇങ്ങനെ, ഹിന്ദു മതമാണെങ്കിൽ ഒരു അമ്പലം ആ രീതിയിൽ ഒരു സെറ്റപ്പിൽ, മുസ്ലിം മതമാണെങ്കിൽ അത് വേറൊരു രീതിയിൽ ആളുകളെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി പല രീതി അവർ ഉപയോഗിക്കുന്നു എന്ന ധാരണയിലേക്കൊക്കെ ഞാൻ വരാൻ തുടങ്ങി. കോളേജ് ലൈഫിൻ്റെ എല്ലാവിധ ഒരു മോഡിയിലേക്ക് പോകാൻ തുടങ്ങി. ലൈഫ് ആ രീതിയിൽ അങ്ങ് മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു 3rd ഇയർ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പന് ക്യാൻസറാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ചേച്ചിയുടെ കല്യാണവും അപ്പച്ചൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്നതൊക്കെ ഏകദേശം ഒരേ മാസങ്ങളിൽ തന്നെയായിരുന്നു. അങ്ങനെ കല്യാണം ചേച്ചിയുടെ പെട്ടെന്ന് തന്നെ നടത്തിയിട്ട് അലമാരി കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് അപ്പനെയും കൊണ്ട് ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് 3-ാം ദിവസം ICUവിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ ആ സമയത്ത് ICUവിലുണ്ടായിരുന്ന ഡോക്ടർ ജോർജ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പനിനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അദ്ദേഹം ഒരു വലിയ സർജറിയിലൂടെ, ഒരു മേജർ സർജറിയിലൂടെയാണ് കടന്നുപോയത്. ഇനി ആ ബോഡിക്ക് അത്രയും ഒരു ഇത് താങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അപ്പൻ മരിക്കുന്നത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ ICUയുടെ പുറത്തിറങ്ങി ഞാൻ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരില്ല. ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ ഒരുപാട് കൂട്ടുകാർ വരികയും അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പാർട്ടികൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഈ കൂട്ടുകാരൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കായ ഒരു അവസ്ഥ വന്നു. ആ സമയത്തും എൻ്റെ അപ്പൻ്റെ മരണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചുറ്റും നോക്കി. ലേക്ക് ഷോറിൻ്റെ 1-ാമത്തെ ഫ്ലോറിൽ നമുക്കൊരു സൈഡിൽ മോസ്ക് ഒരെണ്ണം കാണാം, ഒരു സൈഡിൽ അമ്പലം കാണാം, ഒരു സൈഡിൽ ഒരു ചാപ്പലും കാണാം. ഞാൻ ആ ചാപ്പലിലേക്ക് ഓടിക്കയറി ചെന്ന് അവിടെ മുട്ടുകുത്തി നിന്നു. ആ ചാപ്പലിൽ വേറെ ആരുമില്ല. ഞാൻ സക്രാരിയിൽ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ ജീവിതം നീ എനിക്ക് തിരിച്ചു തരിക. അങ്ങനെയെങ്കിൽ നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കാം. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഞാനൊരു നല്ല മനുഷ്യനായിട്ടല്ല ജീവിക്കുന്നത്, അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ നീ യഥാർത്ഥത്തിൽ ദൈവമാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നീ ദൈവമാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ ജീവിതം തിരിച്ചുതാ എന്ന് ഞാൻ സക്രാരിയിൽ നോക്കി പറഞ്ഞു. തൊട്ടടുത്തൊരു ലൂർദ് മാതാവിൻ്റെ രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ മാതാവിനോട് ഇത് തന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പൻ്റെ ജീവിതം തിരിച്ചു തന്നാൽ നിൻ്റെ മകൻ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കാം. ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളൊരു പ്രാർത്ഥന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ICUയുടെ മുമ്പിൽ നിന്ന് ഒരു ഡോക്ടർ ഇറങ്ങി വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ അപ്പൻ അവിടെ കിടക്കുന്നുണ്ട്, സ്റ്റാൻലി എന്നാണ് പേര്, ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേരത്തെ ഹൃദയത്തിൻ്റെ താളം അത് കറക്റ്റായിരുന്നില്ല, അതൊരു മരണത്തിലേക്ക് പോകുന്നത് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ താളം കൃത്യമായി വരാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നെ അങ്ങ് ഉലച്ചു കളഞ്ഞു. ഞാൻ സോഷ്യൽ സ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായി മതത്തെ കണ്ട ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷമാണത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നിമിഷമാണത്. ആ നിമിഷം തൊട്ട് ഞാൻ മനസ്സിലാക്കി, സക്രാരിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്.
അവൻ നമ്മുടെ കൂടെ ജീവിക്കുന്നവനും നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവനും നമ്മളുടെ ഹൃദയം അറിയുന്നവനുമൊക്കെയാണെന്ന്. സങ്കീർത്തനം 139 അധ്യായത്തിൽ നാം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. കർത്താവെ, അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഉണരുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതേ വചനം പറയുന്നത് പോലെ എൻ്റെ വിചാരം, എൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന മനസ്സിലാക്കിയ ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ബോധ്യം ആദ്യമായിട്ട് കിട്ടിയത് ആ ഒരു സംഭവത്തിലാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ചാപ്പലിൽ പോയിരുന്ന് ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് മാതാവിനോടും ഈശോയോടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ തുടങ്ങി. അങ്ങനെ അപ്പൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ കുട്ടി ആകുന്ന സമയം വരെ അപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുട്ടി ജനിച്ചു. അവൻ്റെ മാമോദീസയൊക്കെ കഴിഞ്ഞ ആ സമയത്ത് അപ്പൻ ഇതുപോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ക്യാൻസറിൻ്റെ സിംറ്റം വീണ്ടും ശരീരത്തിൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മനസ്സ് ഇങ്ങനെ പറയുകയാണ്, അപ്പൻ ചിലപ്പോൾ മരിക്കും, അതിനു മുമ്പ് അപ്പനെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. എൻ്റെ മനസ്സ് എന്നോടിങ്ങനെ പറയുകയാണ്. ഞാനൊരു ദിവസം അപ്പൻ്റെ അടുത്ത് എന്നിട്ട് അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച, നമ്മൾ ഇത്രയും വർഷം വിശ്വാസമില്ലാതെ ജീവിച്ചു, നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ കുമ്പസാരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യാം, നീ അച്ഛനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പള്ളിയിലുള്ള അന്ന് എൻ്റെ കൊച്ചച്ഛനായിരുന്ന ബിജോയ് അഗസ്റ്റിൻ മരോട്ടിക്ക് പറമ്പിൽ അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛനൊരു ദിവസം വീട്ടിൽ രോഗീലേപനമൊക്കെ ആയിട്ട് വന്നു. അപ്പച്ചന് രോഗീലേപനം കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. ആ സമയത്ത് ഞാൻ അച്ഛനെ വിളിക്കുകയും അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയും ഹോസ്പിറ്റൽ കട്ടിലിൽ വെച്ചിട്ട് അപ്പച്ചന് കുമ്പസാരം കൊടുക്കുകയും ദിവ്യകാരുണ്യം കൊടുക്കുകയൊക്കെ ചെയ്തു. വളരെ ആനന്ദത്തോടു കൂടെ അദ്ദേഹം 3 ദിവസം വളരെ നിശബ്ദനായി ആ ബെഡിൽ കിടന്നുകൊണ്ട് 3-ാം ദിവസം അപ്പച്ചൻ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 2 ഇൻസിഡൻ്റാണ് എന്നെ മാറ്റിമറിച്ചത്. കുറേ കൂടെ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയുവാനും കൂടെ നടക്കുവാനും ഒക്കെ ഒന്ന് മനസ്സിലൊരു ആഗ്രഹം വരികയും അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അന്ന് എൻ്റെ പള്ളിയിൽ, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ കുറച്ച് പേരാണ് ഉണ്ടായത്. 3-4 പേരാണ് ജീസസ് യൂത്തായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന 3-4 പെൺകുട്ടികളായിരുന്നു. അവരുടെ കൂടെയാണ് ഞാനും പ്രാർത്ഥിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പഴയ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഒരു ബൈബിള് ഒരു ബാഗിലാക്കി ആ ബാഗ് മുതുകിൽ തൂക്കി എന്നും ആ ബാഗ് കൂടെ കൊണ്ട് നടക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടെ ഈ ബാഗിനുള്ളിൽ ബൈബിളുമായിട്ട് പള്ളിയിൽ പോയിരിക്കുകയും അവരുടെ കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ അപ്പൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് പണം കുടുംബത്തിൽ നിന്ന് ചിലവായി. ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് സമ്പാദ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ജീസസ് യൂത്തിലെ കൂട്ടുകാരെപ്പോഴും എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടി, ഞാൻ നന്നായി കാണാൻ വേണ്ടി, അങ്ങനെ അവർ എനിക്ക് വേണ്ടി ഉപവാസം എടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെ ഗൾഫിൽ എനിക്കൊരു ജോലി കിട്ടി. അപ്പോൾ ഞാൻ പാസ്പോർട്ട് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജോലിയുടെ ഓഫർ വന്ന സമയത്താണ് ഞാൻ പാസ്പോർട്ടിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. കാരണം നാട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അപ്പം അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അമ്മയെ ഞാൻ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ടാണ് ഈ ഒരു കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വള പണയം വെച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് ഒരു പരിചയമില്ലാത്ത, ഒരു വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത UAE ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ UAE UAE ചെന്ന ഉടനെ തന്നെ ഷാർജ പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഷാർജ സെയിൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ ദേവാലയത്തിൽ ചെന്ന് അവിടെ എൻ്റെ അടുത്തിരുന്ന ചേട്ടനോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് എവിടെയാണ്? അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനും അങ്ങോട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് അന്വേഷണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ
ഞാൻ അന്വേഷിച്ച് ചെന്ന കറക്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് ഗ്രൂപ്പിൽ പോയി. പിന്നെ ആ വർഷങ്ങളിൽ ഉടനീളം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജോലി ഒരുപാട് സ്ട്രഗിളുള്ള ജോലിയായിരുന്നു. 13 മണിക്കൂർ വർക്ക് ചെയ്യണം, എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യണം. ഞാനൊരു ഹാർഡ്വെയർ ട്രേഡിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് ചെന്ന ഞാൻ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യേണ്ടി വന്നു. അത് കുറച്ച് സ്ട്രഗിളായിരുന്നു. പക്ഷേ എങ്കിലും ആ സ്ട്രഗിളിലൂടെ എൻ്റെ തമ്പുരാൻ എന്നെ നടത്തുകയായിരുന്നു ഓരോ ദിവസവും. അങ്ങനെ 2.5 വർഷത്തോളം ഞാൻ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ സ്ട്രഗിളിലും രാത്രി കാലങ്ങളിൽ ക്യാമ്പുകളിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ക്യാമ്പുകളിൽ പ്രെയർ ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ പ്രെയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. അങ്ങനെ കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു ആ 2.5 വർഷവും. അതിനുശേഷം വീണ്ടും എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി. അങ്ങനെ ആ ജോലിയിൽ നിന്നും ഞാൻ അത്യാവശ്യം എൻ്റെ സാമ്പത്തിക മേഖലകൾ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീർക്കാനായിട്ട് എനിക്ക് പറ്റി. ഞങ്ങളുടെ ഷാർജ ജീസസ് യൂത്തിൻ്റെ കോർഡിനേറ്ററായിരുന്ന ക്ലൈവിൻ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ഫുൾ ടൈമർഷിപ്പായിട്ട് 1 വർഷം നിനക്ക് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ അതിന് സമ്മതിക്കുകയും ആ വർഷം തന്നെ ഫുൾ ടൈമർഷിപ്പ് ബാച്ചിൽ 8th ബാച്ച് ഫുൾ ടൈമർഷിപ്പ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുകയും തായ്ലൻഡിൽ വെച്ച് 1 മാസത്തെ ട്രെയിനിങ്ങും അതിനുശേഷം ശ്രീലങ്കയിൽ 1 വർഷത്തെ മിഷനുമായിട്ട് ഞാൻ പോവുകയാണുണ്ടായത്. അപ്പോൾ ആ ഒരു വർഷം ശ്രീലങ്കയിലൂടെ പല ഭാഗങ്ങളിലൂടെ പോകാനും പല യൂത്തിൻ്റെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോകാനും ഒരുപാട് യൂത്തിനോട് കർത്താവിനെ പറ്റി പറയാനായിട്ടൊക്കെ എനിക്ക് ഒരുപാട് അവസരം കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ജോലി സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അവസ്ഥയുണ്ടായി. അങ്ങനെ 1 വർഷത്തോളം ഞാൻ ഫുൾ ടൈമർഷിപ്പ് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ടും കല്യാണാലോചനകളൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം. കാരണം എനിക്ക് വിവാഹ ജീവിതം എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറ്റാത്തൊരു വിളിയായിട്ട് പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. എൻ്റെ വഴി ഇതല്ല എന്നെൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. അപ്പോഴും പൗരോഹിത്യത്തിലേക്കാണ് എൻ്റെ വിളി എന്നുള്ളൊരു ബോധ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഏകദേശം 1.5 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ MSW ജോയിൻ ചെയ്തു, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് എന്നെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. ചില സമയങ്ങളിൽ ഒരു വിശ്വാസ തകർച്ചയിലേക്കൊക്കെ പോയി. വീണ്ടും ദൈവം എന്നെ പല രീതിയിൽ പല വ്യക്തികളിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. ആ ഒരു സാഹചര്യങ്ങളിൽ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ചില സമയങ്ങൾ ഉറക്കമില്ലാതെ രാത്രികളിലിരിക്കുക, എൻ്റെ വഴി ഇതല്ല എന്ന് എൻ്റെ മനസ്സെന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരുപാടൊരു മെൻ്റൽ സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. ഞാനൊരു ധ്യാനത്തിന് പോയിട്ട് ഒരു 60 ദിവസത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കും. 60 ദിവസത്തിനുള്ളിൽ കർത്താവെ നീ എന്നോട് കൃത്യമായിട്ട് സംസാരിച്ചാൽ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു കർത്താവിന് മുമ്പിൽ ഒരു ഓപ്പൺ ചലഞ്ച് പോലെ ഞാൻ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ധ്യാനത്തിന് പോയി തിരികെ വന്നു. ഒരു 60 ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറായി. എന്നും രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയി 4 ജപമാല ചൊല്ലി, പള്ളിയിൽ പോയി ബൈബിൾ വചനം ധ്യാനിച്ച്, കരുണക്കൊന്തകൾ ചൊല്ലി, അങ്ങനെ പ്രാർത്ഥനയിലൂടെ മാത്രം 60 ദിവസം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ട് അങ്ങ് പോയി. ഒരു 50 ദിവസം കൃത്യമായിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ പള്ളിയിൽ, തൈക്കുടം പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് കുരിശിൽ നോക്കി പറയും, കർത്താവെ എന്താണ് എൻ്റെ വഴി, കൃത്യമായിട്ട് എന്നോട് പറയണം, ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നീ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് കൃത്യമായിട്ട് വരാം. അപ്പോഴും എൻ്റെ മനസ്സിൽ പൗരോഹിത ജീവിതം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം എൻ്റെ വഴി തിരഞ്ഞെടുത്ത് തരട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഒരു 50 ദിവസം കഴിഞ്ഞു പോയി. അങ്ങനെ 50-ാം ദിവസം ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വന്നു. അന്ന് എൻ്റെ കൂട്ടുകാരനായ ആൻ്റണിയുടെ അനിയൻ എഡ്വേർഡ്, വേറൊരു കൂട്ടുകാരൻ അനീഷ്, ഞങ്ങൾ ജീസസ് യൂത്തിൽ ഒരുമിച്ചുണ്ടായ കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം അനീഷിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൻ്റണി എന്നോട് പറഞ്ഞു, എടോ താനൊന്ന് വല്ലാർപാടം പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് പോയെന്ന് പ്രാർത്ഥിക്കുക, മാതാവ് എന്തോ തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആൻ്റണി ചേട്ടൻ അനിയൻ എഡ്വേർഡും കൂടെ വല്ലാർപാടം പള്ളിയിൽ പോയി അവിടെ ആരാധനയിൽ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ കുമ്പസാരിക്കാമെന്ന് വിചാരിച്ച് ഞാനും എഡ്വേർഡും കൂടെ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ, ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് എന്നെ കുമ്പസാരിപ്പിച്ച സെബാസ്റ്റ്യൻ കറുകപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛൻ, ഞങ്ങളുടെ വരാപ്പുഴ അതിരൂപതയിൽ എൻ്റെ ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൻ്റെ വിളി നീ തിരിച്ചറിയുക, അതനുസരിച്ച് നീ ജീവിക്കുക, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഈ വാചകം ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറഞ്ഞു എന്ന്.
അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ താനെനിക്ക് ചിലപ്പോൾ ദൈവം മറ്റെന്തെങ്കിലും ആയിരിക്കും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ താൻ അതിനുവേണ്ടി ക്ലാരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീണ്ടും വല്ലാർപാടത്തമ്മയുടെ നടയിൽ ചെന്ന് ഞാനിത് പറഞ്ഞു, എനിക്കൊരു ക്ലാരിറ്റി വേണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും, അതൊരു തിങ്കളാഴ്ചയായിരുന്നു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ തിരുനാളുടെ അന്ന് ജൂൺ 29 ഞാൻ എൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോയപ്പോൾ അന്ന് രണ്ടാമത്തെ വായന വായിക്കാനായിട്ട് അന്നത്തെ കപ്പ്യാരായ എക്സി ചേട്ടൻ എന്നോട് പറഞ്ഞു. വായന വായിച്ചു കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് ഇറങ്ങി കുർബാനയെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കർത്താവിനോട് കുരിശി നോക്കി പറഞ്ഞു, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് എന്നോട് പറയുക. അത് കൃത്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നതെങ്കിൽ നീ പറയണ വഴിക്ക് ഞാൻ പോകാം, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവില്ല, പക്ഷെ നീയാണ് പറയണമെന്നുള്ള ബോധ്യം എനിക്ക് കൃത്യമായിട്ട് തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയുടെ ആനവാതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ, അവിടെ കരിസ്മാറ്റിക്കിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ, എന്നെ പരിചയമുണ്ട്, എന്നെ പക്ഷേ വ്യക്തിപരമായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാതാവ് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. നീ പണ്ട് സെമിനാരിയിൽ ചേരാൻ ആഗ്രഹിച്ച ഒരാളാണ്, നീ നിൻ്റെ വിളിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ വിളി അത് തന്നെയാണ് എന്ന് പറയാനായിട്ട് മാതാവ് എന്നോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പം ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിച്ചു, അതായത് ചിലപ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ തോന്നാമല്ലോ ഇങ്ങനെ ഒരു വിളിയുള്ള ആളായിട്ട്. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം വ്യാഴാഴ്ച, അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം ആൻ്റണിയും ഞാനും ആൻ്റണിയുടെ അമ്മയും 1-2 ചേച്ചിമാരുടെ കൂടെ ഞങ്ങളൊരു 3 ദിവസം ധ്യാനത്തിന് വേണ്ടി പോയി. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം കൗൺസിലിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു ലൂർദ് മാതാവിൻ്റെ രൂപം ഉണ്ടായി. ആ ഒരു മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരാളെ കാണുമല്ലോ, അയാളിലൂടെ കൃത്യമായിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഞാൻ അതിനു വേണ്ടി ചിന്തിക്കുകയും ചെയ്യാം. മാതാവിനോട് ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നു. അയാൾ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഇന്ന പേരുകളൊക്കെ കുറേ പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, എവിടെയാണ് ജോലി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാർജയിലായിരുന്നു, ഞാൻ ലീവിന് വേണ്ടി വന്നേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് അടുത്തൊരു ചോദ്യം, കഴുത്തിൽ ഷോൾ ഇട്ടിട്ടുള്ള ജോലി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നാണ്. കഴുത്തിൽ ഷോൾ ഇട്ടിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ജോലിയും ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് സെമിനാരിൽ പോകാനുള്ള വിളിയുണ്ടല്ലോ, അത് ഊറാലെയാണ് കാണിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. ബൈബിൾ വചനം തുറന്നപ്പോൾ ജെറമിയായെ വിളിക്കുന്നു എന്ന ഭാഗമാണ് കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, ബൈബിളിലൂടെയും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്, താൻ്റെ വഴി അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ആൻ്റണി ചേട്ടനോട് ഞാനിങ്ങനെ പറഞ്ഞു, എടോ ഇങ്ങനെ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ വിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആൻ്റണി ചേട്ടനോട് പറഞ്ഞു, എൻ്റെ അമ്മ നോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോവില്ല, അതാണ് എൻ്റെ അവസാനത്തെ സൈൻ. അമ്മ നോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പോവില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഷാലോം TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാലോം TV എന്തൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, TV ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനൊരു കൺഫ്യൂഷനിലായിരുന്നു കുറേ നാളുകളായി, ഞാനിപ്പോൾ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്, എനിക്ക് സെമിനാരിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മ എന്തു പറയുന്നു? പെട്ടെന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അമ്മ വളരെ സിമ്പിളായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, എടാ നിനക്ക് കർത്താവ് ആ വിളിയാണ് തന്നിരിക്കുന്നതെങ്കിൽ നീ പോയിക്കൊള്ളുക, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ സമയത്ത് കർത്താവിനോട് അവിടെ വെച്ച് ഞാൻ യെസ് ലോഡ് എന്ന് പറഞ്ഞു, കർത്താവെ ഞാൻ റെഡിയാണ്, നീ എന്നെ അയച്ചോടുക, ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ വർഷങ്ങളിലൊക്കെ നല്ല മനോഹരമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോയി. എൻ്റെ റീജൻസി കാലഘട്ടമായപ്പോൾ എനിക്ക് ഒരു ക്രൈസിസ് വരാൻ വേണ്ടി തുടങ്ങി. അതായത് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒരുപാട് മെൻ്റലി സ്ട്രഗിളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തിന്മയിലാണ് ജീവിക്കുന്നത് എന്നുള്ള തോന്നലുകളും അതെന്നെ പുറകോട്ട് വലിക്കാൻ തുടങ്ങി. ഞാൻ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരൻ ആൻ്റണി എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്തു, അവിടെ ഇങ്ങനെ ഞാൻ പോകുന്നു, ആകെ ഞാൻ സ്ട്രഗിളിലാണ്. അപ്പോൾ കൊറോണയുടെ ആദ്യ സമയങ്ങളൊക്കെയാണത്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കയ്യിലേക്ക് ആൻ്റണി ചേട്ടൻ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം തരുന്നത്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ മറിയത്തിലൂടെ ഈശോയിലേക്കുള്ള സമർപ്പണം എന്ന് പറഞ്ഞിട്ട് 33 ദിവസത്തെ ഒരു സമർപ്പണ പ്രാർത്ഥനയുണ്ട്. ഞാനത് പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന ഒരുപാട് എന്നെ മാറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ആന്തരികമായിട്ടത് മാറ്റുന്നു.
എൻ്റെ നിരാശ മാറി പ്രത്യാശ വരുന്നു. എൻ്റെ തെറ്റിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ പതുക്കെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ പുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകത്തിലുള്ള പ്രാർത്ഥന എന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 33 ദിവസം ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ആ 33-ാം ദിവസം സമർപ്പണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പുസ്തകമല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരാളെ ആന്തരികമായി മാറ്റുന്നുണ്ട്, എന്നെ അത് ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട്, ഇതേപ്പറ്റി പഠിക്കണം എന്നായി പിന്നെ എൻ്റെ ചിന്ത. അങ്ങനെ അതേപ്പറ്റി ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. എൻ്റെ തിയോളജി കാലഘട്ടങ്ങളിൽ അങ്ങനെ കടന്നുപോയി. 2023 ഡിസംബർ 28-ാം തീയതി ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഞങ്ങൾ 5 പേർക്ക് പട്ടം തന്നു. അത് ലൈഫിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദമായിരുന്നു ആ സമയത്ത്. സകല വിശുദ്ധരുടെയും നൊവേന സ്തുതികൾ ഇങ്ങനെ പാടുന്ന സമയത്ത് ഞാൻ മുട്ടുകുത്തിന്ന് ശരിക്കും ലിറ്ററലി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്തും മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കൽ കർത്താവ് എന്നെ എൻ്റെ +1 കാലഘട്ടത്തിൽ വിളിച്ചു. എൻ്റെ അപ്പൻ എന്നോട് നിനക്ക് ഈ വിളിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ കാലഘട്ടങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി. ഒരിക്കലും ഞാൻ എത്തിപ്പെടില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് കർത്താവ് എത്ര മനോഹരമായിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. അതൊക്കെ ഓർത്ത് എൻ്റെ കണ്ണുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ സമയത്ത് എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കുണ്ടായ ഒരാനന്ദം ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരാനന്ദമാണ്. അത് പുരോഹിതനായിട്ട് അവരോധിക്കപ്പെടുക അല്ലെങ്കിൽ അതിനുശേഷം പുരോഹിതനായി ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. ആദ്യകാലങ്ങളിൽ ജോലിയിൽ എനിക്ക് കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് പണത്തിൽ നിന്ന് കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ യഥാർത്ഥത്തിൽ ഈ ഒരു ലൈഫിൽ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു ഉറാല ധരിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി ആനന്ദവും ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലുടനീളം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ ചെറുപ്പം മുതലേ പരിശുദ്ധ മറിയവുമായിട്ടുള്ള ഒരു ബന്ധം. എൻ്റെ വിളിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ, എൻ്റെ സെമിനാരി ജീവിതത്തിലെ ഒരു ക്രൈസിസിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പരിശുദ്ധ മറിയം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും പരിശുദ്ധ അമ്മയാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കാലഘട്ടങ്ങളിൽ വന്നൊരു ചിന്ത ഇതായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, ദൈവം തൻ്റെ പുത്രനെ മറിയത്തിന് നൽകി, അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ, ഈശോയിലേക്ക് എത്താനുള്ള, സുവിശേഷത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഉറപ്പുള്ളതും ഋജുവായിട്ടുള്ളതുമായ ഒരു മാർഗമാണ് പരിശുദ്ധ മറിയം എന്ന്. പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെയും നമുക്ക് സുവിശേഷം സ്വീകരിക്കാം. പക്ഷേ നമ്മളെപ്പോഴും സംരക്ഷിക്കുന്ന, നമ്മളെപ്പോഴും കാത്തു പരിപാലിക്കുന്ന, നമ്മളെ സകല തിന്മകളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന ഒരു പാപികളുടെ സങ്കേതമായ ഒരമ്മ നമുക്കുണ്ട്. ആ അമ്മയെപ്പറ്റി പ്രഘോഷിക്കുക എന്നതാണ് എൻ്റെ ജീവിത നിയോഗവും വിളിയും എന്ന് ഞാൻ ഈ കാലഘട്ടത്തിലൊക്കെ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ മറിയത്തിലൂടെ ഈ സുവിശേഷം ലോകത്തിൽ പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വിളി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ
മാറോ